നമ്മളിന്നൊരു കിടിലൻ നെയ്ച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഈ ഒരു നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയിലേക്ക് ബേ ലീവ്സ്, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇടുകയാണ്. 1/4 ടീസ്പൂൺ ഇഞ്ചി ഇടാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞെടുത്താണ് നൈസായിട്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് മൂത്ത് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 കപ്പ് അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് ഊറ്റി വെച്ചതാണ്. നമുക്ക് ഈ സവാള വഴറ്റിയതിലേക്ക് ഈ അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതേസമയം തന്നെ ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തത്. അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം അടുത്ത അടുപ്പിലോട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അരി പൊടിയാത്ത രീതിയിൽ നമുക്ക് വറുത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചോറ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ നെയ്ച്ചോറ് 5 മിനിറ്റ് ആയിട്ടുണ്ട്, നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം പൊടിയാത്ത രീതിയിൽ. ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഞാൻ നീളമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ മറ്റേ ജീരകശാല അരിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നെയ്ച്ചോറ് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം.